ഹായ് ഓൾ, വെൽക്കം ടു ത്രെഡ് ആൻഡ് നീഡിൽ. സൽവാർ മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. കുറച്ച് ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പാർട്ടി വെയർ ആയിട്ടുള്ള മെറ്റീരിയൽസാണ്. വിത്ത് വർക്കാണ്. സിൽക്ക് ബേസാണ് ഈ മെറ്റീരിയലെല്ലാം വന്നിരിക്കുന്നത്. അതിൽ ത്രെഡ് എംബ്രോയ്ഡറി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ടീൽ ഗ്രീൻ ആണ്. അതിനോടൊപ്പം തന്നെ ഒരു ഒണിയൻ പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ സെയിം പാറ്റേണിൽ തന്നെയുള്ള ഒരു ഒണിയൻ പിങ്കിലാണ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ. നെക്സ്റ്റ് വരുമ്പോൾ ഒരു മിൻറ്റി ഗ്രീനും ഒരു മസ്റ്റേർഡും കൂടെ ഉള്ളൊരു കോമ്പിനേഷനിലാണ്. ടസറിൽ വന്നിരിക്കുന്ന ഈ ബ്ലാക്കും ഓഫ് വൈറ്റും കൂടെ ഉള്ള നല്ലൊരു കോമ്പിനേഷനാണ്. അടുത്തത് ടസർ കോട്ടയാണ് മെറ്റീരിയൽ. ടിഷ്യൂ കോട്ടയായിട്ട് വരും. അല്ലെങ്കിൽ നെക്ക് ലൈനിലും ചെസ്റ്റ് പോർഷനിലും തിക്കായിട്ട് ഹാൻഡ് എംബ്രോയ്ഡറി വന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. ഒരു ഗ്രീനും ഒണിയൻ പിങ്കും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ്. ഒരു ടീൽ ഗ്രീനിൻ്റെ ലൈറ്റ് ടോൺ ആയിട്ട് വരുന്നത്. മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഡോള സിൽക്കാണ്. ഡോള സിൽക്കിൽ ചെസ്റ്റ് ഏരിയയിലും ഹെംലൈൻ വരെയും സൈഡ്സിലൂടെയും ആരി എംബ്രോയ്ഡറിയും ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റും വന്നിട്ടുണ്ട്. സെയിം തന്നെ ഡിസൈൻ സ്ലീവ്സിലും വന്നിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ്. ബോഡി പാർട്ടിൽ സൈലൻ്റ് ആയിട്ടൊരു ഹാൻഡ് ബ്ലോക്ക് വരുന്നുണ്ട്. ബോട്ടം വരുമ്പോൾ കോട്ടൺ പ്ലെയിൻ ആണ് വരുന്നത്, പിങ്ക് കളറിലുള്ള. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജൂട്ട് കോട്ടൺ മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണിത്. 4 സൈഡ്സിലും നല്ല തിക്കായിട്ടുള്ള ഒരു ആൻറ്റി എംബ്രോയ്ഡറി ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റും പോയിട്ടുണ്ട്. 2580 ആണ് ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത്. നല്ലൊരു സോബറായിട്ടൊരു കോമ്പിനേഷനാണ് ഇത് വരുന്നത്. ഒരു ഓഫ് വൈറ്റും അതോടൊപ്പം തന്നെ ബേസ് കളർ വരുന്നത് ഒരു ഓണിയൻ പിങ്ക് ആണ് വരുന്നത്. സെൽഫായിട്ടൊരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ഉണ്ട്. ചെസ്റ്റ് ഏരിയയിലും സ്ലീവ്സിലും ദുപ്പട്ടയുടെ 4 സൈഡ്സിലും ആരി എംബ്രോയ്ഡറി വരുന്നുണ്ട്. ബോട്ടം വരുമ്പോൾ പ്ലെയിൻ ആണ്. 2580 തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ലൊരു കോൺട്രാസ്റ്റ് കോമ്പിനേഷനാണ് നെക്സ്റ്റ് വരുന്നത്. ഒരു ഗ്രീനും അതോടൊപ്പം തന്നെ ഒരു മസ്റ്റേർഡും. ഒരു മിൻറ്റ് ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡിൽപ്പെട്ട ഗ്രീനാണ് വരുന്നത്. ചെസ്റ്റ് ഏരിയയിലും സ്ലീവ്സിലും നല്ല തിക്കായിട്ടൊരു ആരി എംബ്രോയ്ഡറി വരുന്നുണ്ട്. സെയിം എംബ്രോയ്ഡറി തന്നെയാണ് ദുപ്പട്ടയിലും വന്നിരിക്കുന്നത്. ദുപ്പട്ടയുടെ മെറ്റീരിയൽ ജൂട്ട് കോട്ടയാണ്. നല്ല സോഫ്റ്റാണ് ദുപ്പട്ട. ബോഡി പാർട്ടിൽ സൈലൻ്റ് ആയിട്ടൊരു ഹാൻഡ് ബ്ലോക്ക് പോയിട്ടുണ്ട്. കോൺട്രാസ്റ്റ് ആയിട്ട് പ്ലെയിൻ കോട്ടൻ്റെ ബോട്ടാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2580 തന്നെയാണ്. നെക്സ്റ്റ് വരുന്ന കോമ്പിനേഷൻ ബ്ലാക്കിനോടൊപ്പം തന്നെ നല്ലൊരു ഓഫ് വൈറ്റുമാണ്. ബേസ് മെറ്റീരിയൽ വരുന്നത് ടസർ സിൽക്കാണ്. ടസർ സിൽക്കിൽ ഓഫ് വൈറ്റിൽ ത്രെഡ് എംബ്രോയ്ഡറിയും ചെറിയ മിറേഴ്സും ഉണ്ട്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഒരു ഔട്ട്ലൈനും പോയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സെറ്റാണ് ഇത്. നല്ലൊരു കളർ കോമ്പിനേഷനാണ്. ബോട്ടം വരുമ്പോൾ പ്ലെയിൻ ഓഫ് വൈറ്റ് ആണ്. ദുപ്പട്ട വരുമ്പോൾ നല്ല ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ലൊരു ഓർഗൻസയുടെ മെറ്റീരിയലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ത്രൂ ഔട്ട് ദ ദുപ്പട്ടയിലും നല്ല സ്ട്രെയിറ്റ് ലൈൻസ് പോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ചെറിയ എഡ്ജസിൽ ഒരു ബ്ലാക്ക് ബോർഡർ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. അതാണ് ക്യാരി ചെയ്യാനായിട്ട് മാനേജ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ഈ ബ്യൂട്ടിഫുൾ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് 3880 ആണ്. ടിഷ്യൂ കോട്ടയാണ് നെക്സ്റ്റ് മെറ്റീരിയൽ വരുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണിത്. ചെസ്റ്റ് ഏരിയയിൽ നല്ല ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. ആൻറ്റി ഗോൾഡും സെൽഫ് കളറും പിങ്കും കൂടെ ഉള്ളൊരു കളർ കോമ്പിനേഷനിലാണ് എംബ്രോയ്ഡറി വന്നിരിക്കുന്നത്. ക്ലോസർ ഷോട്ട് ഇങ്ങനെ വരും. ഫുൾ ഹാൻഡ് എംബ്രോയ്ഡറി തന്നെയാണ്. ബോട്ടം വരുമ്പോൾ പ്ലെയിൻ പിങ്കാണ് വരുന്നത്. ദുപ്പട്ട വളരെ സൈലൻ്റായിട്ട് സെൽഫ് കളറിൽ ഉള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. വളരെ ലൈറ്റ് ആൻഡ് സോഫ്റ്റ് ആണ് ഈ മെറ്റീരിയൽ. മാനേജ് ചെയ്യാൻ നല്ല ഈസി ആയിട്ടൊരു ഫാബ്രിക്കാണിത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2380 ആണ്. ഇത് ഞാൻ കാണിച്ചിരിക്കുന്ന മെറ്റീരിയലില്ല, ഒരു സിൽക്ക് ബേസിൽ വരുന്ന മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫംഗ്ഷൻസിനല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെട്ട പീസുകളെല്ലാം വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്